അന്ന് ആ സിഐക്ക് യഥാർത്ഥ കൊലപാതകിയെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതും അയാള് ഇന്ദുവിന്റെ മരണത്തെക്കുറിച്ച് സത്യം വെളിപ്പെടുത്തിയതൊക്കെ ഭഗവാന്റെ ഇടപെടൽ തന്നെയായിരുന്നു. അന്നത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്തേനെന്ന് എനിക്കെന്നെ അറിയില്ല. മീര ഭഗവാന്റെ ഭക്തയല്ലേ? ഭക്തയെ സംരക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഭക്തിയും വിശ്വാസവും ഉറച്ചതാണെങ്കിൽ പരിഹാരം ഭഗവാൻ തന്നെ ചെയ്തു തരും. ശരിയാ, അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മളോട് മറ്റുള്ളവർക്ക് ശത്രുത തോന്നുന്ന എന്താ? അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ട് പോലും ഞാൻ അഭിചേച്ചിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും അഭിചേച്ചിക്ക് എന്തിനാ എന്നോട് ഇത്രയും ശത്രുത? ഓരോരുത്തരുടെയും സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും ഓരോ ലോകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആ ലോകത്തിലായിരിക്കും നമ്മൾ ജീവിക്കുക. അതിലെ ശരികളാണ് നമ്മുടെ ശരി, അതിലെ തെറ്റാണ് നമ്മുടെ തെറ്റ്. അഭിരാമിക്ക് ആദർശിന്റെ ഭാര്യയെപ്പറ്റി ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവാഹത്തെക്കുറിച്ചും. ആ വരുന്നവൾ അഭിരാമിയോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കണമെന്ന് അഭിരാമി ചിന്തിച്ചിട്ടുണ്ടാവും. അതിനെല്ലാം മാറ്റിമറിച്ചല്ലേ മീര ആദർശിന്റെ ജീവിതത്തിലേക്ക് കയറി ചെന്നത്. ആ വഴി പോലും അഭിരാമിക്ക് ചിന്തിക്കാനോ അംഗീകരിക്കാനോ സാധിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ദേഷ്യം മനസ്സിൽ കുമിഞ്ഞുകൂടി പകയായി മാറിയിട്ടുണ്ടാവും. പക്ഷേ അതിലെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതോ ഇഷ്ടക്കേടുണ്ടാവുന്നതോ ആയ ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യാറില്ല. ഇഷ്ടമില്ലാത്ത ഒരാൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും ദേഷ്യം നമ്മളെ കൊണ്ടത് തോന്നിപ്പിക്കും. ഉള്ളിൽ പക വച്ച് പെരുമാറുകയും ചെയ്യും. അതിനൊരു പരിഹാരം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതാ മുന്തേട്ടാ. മറ്റുള്ളവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. അവരെ സ്വയം ന്യായീകരിക്കാനും അവരുടെ ലോകത്തെ സംരക്ഷിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? അഭിചേച്ചിയുടെ ദേഷ്യം ഇനി മാറില്ലേ? അവർക്ക് തിരിച്ചറിവുണ്ടായി അവർ സ്വയം തിരുത്തണം. അതുവരെ കാത്തിരിക്കുകയും നിവൃത്തിയുള്ളൂ. അഭിചേച്ചി എന്നോട് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് ആദർശേട്ടൻ ചേച്ചിയെ വിദേശയാത്രയ്ക്ക് അയച്ചിരിക്കുക. അതൊരു നല്ല കാര്യമാണല്ലോ. അത് രണ്ടു കൂട്ടർക്കും തൽക്കാലത്തേക്കൊരു ആശ്വാസം തരുന്ന കാര്യമാണ്. എന്നാലും അത് താൽക്കാലികം മാത്രല്ലേ? ഈ ജീവിതം തന്നെ ഇത്തിരിയല്ലേ ഉള്ളൂ മീര. ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കൂ. അപ്പ സങ്കടങ്ങൾ ഇല്ലാതെയായി വരും. മുത്തശ്ശി അമ്മായും വീട്ടിൽ വന്നിട്ടുണ്ട്. അതിന്റെ സന്തോഷമുണ്ട്. മുന്നേട്ടം പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കിയ സന്തോഷിക്കാനുള്ളത് ജീവിതത്തിലുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലേ? അതെ, അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷേ മനസ്സിന് സങ്കടങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് മനസ്സെപ്പോഴും സങ്കടങ്ങളും പ്രശ്നങ്ങളും തേടിപ്പോവും. ഒരേ ദുഃഖങ്ങളെ തന്നെ വീണ്ടും വീണ്ടും താലോലിച്ചുകൊണ്ടിരിക്കും. സന്തോഷങ്ങളെ അവഗണിക്കും. അല്ലേ? സത്യം മുന്നേട്ടം പറയുന്നത്. മനസ്സിനെ തിരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. ഉള്ളിലെ ആനന്ദം നിറയെ അനുഭവിക്കാൻ സാധിക്കും. ഇന്നത്തെ സങ്കടങ്ങൾ ഇവിടെ മാറിയില്ലേ? മാറി. എങ്കിൽ സമാധാനമായിട്ട് മീര വീട്ടിലേക്ക് പൊക്കോളൂ. ശരി മുന്നേട്ടാ, ഞാൻ പോയിട്ട് വരാം. അമ്മ എന്തിനാ എപ്പോഴും ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ധന്യ ആന്റി ആദർശന്റെ വീട്ടിൽ പോയിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, ധന്യ അവിടെ എന്തൊക്കെ പറഞ്ഞു ഒപ്പിച്ചു എന്ന് നമുക്കറിയില്ലല്ലോ. ഒരാളുടെ കുറ്റം കേട്ടാൽ നമ്മൾ അത് മനസ്സിൽ വെക്കുകയല്ലേ ഉള്ളൂ. അല്ലാതെ ഉടനെ അത് പറഞ്ഞറിയിക്കൊന്നുമില്ലല്ലോ. എന്തായാലും ഈ ദിവസങ്ങൾക്കിടയിൽ അവള് സാധിക്കുന്ന രീതിയിലെല്ലാം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കാൻ വേണ്ടതെല്ലാം പറഞ്ഞൊപ്പിക്കും. അതെനിക്ക് ഉറപ്പാ. അമ്മ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം വിട്. ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന അമ്മയ്ക്ക് വട്ടായി പോവും. ഇതിപ്പോ ഒരു ഉറപ്പുമില്ലാത്ത കാര്യത്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്. അമ്മ കരുതും പോലെയൊന്നും ആന്റി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ടെൻഷൻ ആയതൊക്കെ വെറുതെ ആവില്ലേ? പിന്നെ തന്നെ എന്താണെന്നും അവൾ എങ്ങനെ പെരുമാറുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നീ എന്റെ അടുത്ത് പറയാൻ വരണ്ട. ശരി, ഇനി ആന്റി പറയൂന്ന് എന്നെ വെച്ചോ. അതിനിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അമ്മേ, 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാൻ സാധിക്കും. പക്ഷേ ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ലെന്ന് കേട്ടിട്ടില്ലേ?
ആവശ്യമില്ലാതെ എന്റെ കുറ്റം പറഞ്ഞു നടന്ന അവളുടെ വായ ഞാൻ മൂടിക്കെട്ടും, അത് ഉറപ്പാ. ആ ധന്യ ആദർശിന്റെ വീട്ടിൽ പോയിന്ന് അറിഞ്ഞപ്പോ തൊട്ട് സമാധാനത്തോടെ ശ്വാസം എടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഞാനും ഒന്ന് അങ്ങോട്ട് പോവാന്ന് ഹരിയേട്ടനോട് പറഞ്ഞതാ, പക്ഷെ ഹരിയേട്ട സമ്മതിച്ചില്ല. അമ്മ അവിടെ ചെന്ന ഒന്നും രണ്ടും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും. രണ്ടുപേർക്കും വാശിക്കും വർത്താനത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ. നിങ്ങൾ തമ്മിൽ വഴക്കിട്ട അത് ബോംബിട്ടതിനേക്കാൾ കഷ്ടമായിരിക്കും. അതുകൊണ്ടാ ഹരിയച്ചൻ പറഞ്ഞത്. അത് അനുസരിക്കുന്നതാ നല്ലത്. ധന്യാൻറ്റി അവിടെ ഉള്ളപ്പോ അമ്മ ആ വഴിക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാ മതി. എനിക്കാണെങ്കിൽ അങ്ങോട്ടൊന്നും പോവാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. പോവരുതെന്ന് ഹരിയച്ചൻ പറഞ്ഞതല്ലേ അമ്മേ, പിന്നെ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? ഞാനേ കടയിലോ മറ്റോ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഹരിയേട്ടൻ അറിയാതെ ആദർശിന്റെ വീട്ടിലൊന്ന് പോയിട്ട് വന്നാലോ എന്നാ ഓർക്കുന്നേ. എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? അമ്മ ആദർശന്റെ വീട്ടിൽ പോയാ എന്തായാലും ഹരിയച്ചനത് അറിയും. പോകരുതെന്ന് പറഞ്ഞിട്ട് അമ്മ ആ വീട്ടിൽ പോയാ അത് ഈ വീട്ടിലൊരു വഴക്കിന് കാരണമാവില്ലേ? അത് ഞാൻ ഹരിയേട്ടൻ വിശ്വസിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞോളാം. എന്ത് പറഞ്ഞാലും അത് നുണയാണെന്ന് ഹരിയച്ചന് മനസ്സിലാവും അമ്മേ. വെറുതെ എന്തിനാ ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് അമ്മ നുണ പറയുന്നത്? ഹരിയേട്ടന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആരാ വിളിച്ചത്? മനോജാ വിളിച്ചത്. വിദ്യയുടെ ഡാൻസ് ഒക്കെ നന്നായി നടന്നു, ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയെന്ന്. ഓ, നാളെ അവർ തിരിച്ചു വരുമെന്നാ പറഞ്ഞത്. നാളെ വരുവോ? നന്നായി. അല്ല, മനോജൊക്കെ തിരിച്ചു വന്നാ ധന്യ ആദർശിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നോളൂല്ലോ. അതിന്റെ സന്തോഷത്തിൽ പറഞ്ഞതാ. തനിക്കിത് എന്താടോ? ധന്യ ആദർശിന്റെ വീട്ടിൽ നിന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? അതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഹരിയേട്ടാ. അത് ബീന വെറുതെ ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ. സത്യത്തിൽ നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാ. മനസ്സ് തുറന്ന് രണ്ടുപേരും ഒന്ന് സംസാരിച്ചാ ചിലപ്പോ അതൊക്കെ അങ്ങ് മാറും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കായാൽ അത് പരിഹരിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. അതറിയാവുന്നോണ്ടാ ഞങ്ങൾ ആരും ഇതിൽ ഇടപെടാത്തത്. ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല. ധന്യയുടെ മനസ്സ് ശരിയല്ല, അത് നിറച്ച് കുശുമ്പ. അതുകൊണ്ടാ ഇത്രയും വലിയൊരു ഫെസ്റ്റിവലില് സ്വന്തം മകള് ഡാൻസ് ചെയ്ത് കയ്യടി വാങ്ങുന്നത് അവൾക്ക് നേരിട്ട് കാണാൻ പോലും പറ്റാതിരുന്നത്. അമ്മേ, ഒരാൾക്ക് വയ്യാതെ വരുന്നതേ യാദൃശികമായി സംഭവിക്കുന്ന കാര്യമാണ്. അതിനിങ്ങനെയൊന്നും പറയരുത്. വിദ്യയുടെ ഡാൻസ് കാണാൻ പറ്റാതെ പോയതിൽ ആന്റിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച ഇത്തരം തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ തന്നോട് എനിക്ക് എതിർപ്പുണ്ട് ബീനെ. ഇതൊന്നും ശരിയല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ധന്യ എനിക്കെതിരെ ആദർശിന്റെ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. ബീന, തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നന്നാവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അമ്മേ, ഹരിയച്ചൻ പറഞ്ഞതാ ശരി. പോടാ. വിദ്യമോളുടെ പ്രോഗ്രാം ഗംഭീരമായല്ലോ. അത് കേട്ടപ്പോ വലിയ സന്തോഷമായി. അവളുടെ മുഴുവൻ ശ്രദ്ധയും ഡാൻസിൽ മാത്ര. അതിനുവേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യും. അതിന്റെ ഫലം ഈശ്വരൻ അവൾക്ക് കൊടുക്കാതിരിക്കില്ലല്ലോ. ഉറപ്പായും ഭഗവാൻ വിദ്യമോളെ അനുഗ്രഹിക്കും. അവളുടെ ആത്മസമർപ്പണത്തിന് അത്രയ്ക്ക് ശക്തിയുള്ളതുകൊണ്ടാ അവളെ എതിർത്തവർ പോലും പിന്നീട് അനുകൂലമായി സംസാരിച്ചു തുടങ്ങിയത്. അതമ്മ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണല്ലോ. ഞാൻ ആദ്യം എതിർത്തത് അവളുടെ ഭാവിയെ കരുതി തന്നെ. പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് ഒരു രസത്തിന് ഡാൻസ് ഒക്കെ കളിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുമ്പോ എങ്ങനെ ജീവിതം സുരക്ഷിതാവും എന്നൊക്കെ ഒരമ്മ എന്ന നിലയിൽ ഒരാശങ്കയൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ ആ ആശങ്കയൊക്കെ മാറിയില്ലേ? മാറി. മോളുടെ റിസർച്ച് കഴിഞ്ഞ
പിന്നെ അവള് ഡോക്ടർ വിദ്യാവില്ലേ? അപ്പൊ ഇനി ആശങ്കയുടെ ആവശ്യമില്ലല്ലോ. അതെ, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ സാധിക്കണം. അപ്പോഴേ അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകൂ. ചിലരെ കണ്ടിട്ടില്ലേ, അച്ഛനും അമ്മയും നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പണം മുടക്കി പഠിപ്പിക്കും. ഒരു താല്പര്യമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അത് പഠിച്ച് അവസാനിപ്പിച്ച് ജോലിയിൽ കയറിയാൽ ഒരിക്കലും അവർക്ക് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു ഡോക്ടർ താല്പര്യമില്ലാതെ അയാളുടെ ജോലി ചെയ്യുന്നത് സങ്കല്പിച്ചു നോക്ക്. അതിന്റെ ഫലം അയാളുടെ രോഗികൾ അനുഭവിക്കേണ്ടി വരും. ശരിയാ, അതൊക്കെ ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും. മാത്രമല്ല, ജീവിതം മുഴുവനും അവരിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് എന്നും ടെൻഷനിൽ ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരും. അതിന്റെ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലും ഉണ്ടാവും. അതെ, അങ്ങനൊരു പ്രശ്നം എന്റെ കുട്ടികളെ ബാധിക്കില്ല. കാരണം അവര് രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാ ചെയ്യുന്നത്. ഇനി വിദ്യയുടെ പഠിത്തം കഴിഞ്ഞ നല്ലൊരു പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തണം. അതാണ് അടുത്ത ലക്ഷ്യം. ഞാൻ മാധവി ചേച്ചിയോട് നല്ല പയ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മാധവി എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അത് മാധവിയുടെ ബന്ധത്തിൽ കൂടുതൽ കല്യാണപ്രായം എത്തിയ പെൺകുട്ടികളാ ഉള്ളത്. അതാവും ഒന്നും പറയാതിരുന്നത്. വിവാഹമൊക്കെ നടക്കേണ്ട സമയമാവുമ്പോ കൃത്യമായി നടക്കും. അതൊക്കെ ആർക്കാരാണ് വരേണ്ടതെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതെ, അങ്ങനെ വിചാരിച്ച് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? അത് വേണം. എന്റെ ബന്ധത്തിൽ കല്യാണപ്രായം എത്തിയ 1-2 പേരുണ്ട്. ഞാൻ അതൊന്ന് നോക്കിയിട്ട് പറയാം. അവർക്ക് താല്പര്യമാണെങ്കിൽ വിദ്യമോളുടെ ഗ്രഹനില ഞാൻ പറയുമ്പോ എനിക്കൊന്ന് അയച്ചു തന്നാ മതി. അതൊക്കെ എന്റെ ഫോണിലുണ്ട്. ഞാനത് ഇപ്പൊ തന്നെ തന്നേക്കാം. ഇപ്പൊ വേണ്ട, അവരോട് സംസാരിച്ചിട്ട് ഞാൻ പറയാം. ശരി. മനോജും വിദ്യയും നാളെ എത്തും. അവരെത്തിക്കഴിയുമ്പോ ഞങ്ങളും അങ്ങ് പോകാന്നാ കരുതുന്നേ. നിങ്ങൾ പോകുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമാ. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കായിരുന്നു. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങള് ചെന്നില്ലെങ്കിൽ മനോജേട്ടൻ പെട്ടുപോവില്ലേ? സാവിത്രിയമ്മ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കുന്നോ? ഞാൻ ഇടയ്ക്ക് വരാം. ഇപ്പൊ ധന്യയുടെ കൂടെ തിരികെ പോണം. ശരി, എങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്തായാലും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ ഒരു മടിയും വിചാരിക്കരുത്. ഉറപ്പായും വരും. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേ തോന്നി നിങ്ങളായിരിക്കുന്നു. അമ്മേ, മോനെ, വാ 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 വാ. ഇത് ആരൊക്കെയാ വന്നേ നോക്കിയേ. നിങ്ങൾ എന്താ മനോജേട്ടാ തിരിച്ചെത്തിയിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങോട്ട് വരാതിരുന്ന്? ഇതിപ്പോ ആദർശിന് ബുദ്ധിമുട്ടായില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല ആന്റി. പിന്നെ അങ്കിള് വരാത്തതിന് പരാതിയൊന്നും പറയണ്ട. അങ്കിൾ എന്നെ വിളിച്ചിരുന്നു. ഞാനാ നിങ്ങളിവിടെ കൊണ്ടുവിട്ടാളോന്ന് പറഞ്ഞത്. ആദർശ, ഇവിളി പറയുന്നൊന്നും കാര്യമാക്കണ്ട. എനിക്കിതൊരു ശീലമാണ്. എന്റെ അമ്മയ്ക്ക് ആരോടെങ്കിലും ഒന്ന് വഴക്കിട്ടാൽ മാത്രമേ എനർജി കിട്ടൂ. വിദ്യ, നീ വെറുതെ നിന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറയാൻ നിൽക്കണ്ട. മോളെ വിദ്യ, നീ ഇവർക്ക് കുടിക്കാൻ എന്തേലും എടുക്ക. ഏയോ ഒന്നും വേണ്ട മുത്തശ്ശി. അത് പറഞ്ഞു പറ്റില്ല. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഭംഗിയായിട്ട് നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം പോലും തന്നില്ലെങ്കിൽ അതെങ്ങനെയാ? അങ്ങനെ ഒരു ഫോർമാലിറ്റി എന്തിനാ? ഇത് ഞങ്ങൾക്ക് അന്യവീടൊന്നും അല്ലല്ലോ, അല്ലേ മീരേ? അതെ. വിദ്യയുടെ പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് തന്നെ നടന്നോ? നന്നായിട്ട് കഴിഞ്ഞു. വിചാരിച്ചതിലും നന്നായിട്ട് നടന്നു. ഇവള് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. അത് നന്നായി. ഞാൻ ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു. അത് പിന്നെ എന്റെ മോള് ഭംഗിയായി ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ? ഇവൾക്ക് കിട്ടിയിരിക്കുന്നതേ എന്റെ കഴിവാ. ആന്റി നൃത്തം ചെയ്യുമായിരുന്നോ? പിന്നെ ചെറുപ്പത്തില് സ്കൂൾ കോമ്പറ്റീഷനില് ഞാനായിരുന്നു മെയിൻ. എല്ലാ സമ്മാനവും എനിക്ക് തന്നെയായിരുന്നു. സത്യം പറയല്ലോ ആദർശേ, എന്റെ കഴിവ് വെച്ച് നോക്കുമ്പോഴേ ഇവൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല.
അത് ശരിയാ. ഹോ, ഹോ. ഇവളുടെ കഴിവുകൊണ്ട് കിട്ടിയ സമ്മാനങ്ങൾ കാരണം വീട്ടിന്റെ പടി പോലും കയറാൻ പറ്റത്തില്ല. അതുപോലെ സമ്മാനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. വീടിനകത്താണെങ്കിൽ പിന്നെ പറയണ്ട. അതെന്താ നിങ്ങൾ എന്നെ കളിയാക്കണോ? നിർത്ത് തന്നെ. വന്ന് കയറി ഉടനെ രണ്ടുപേരും കൂടി വഴക്ക് കൂടാതെ. വിദ്യയുടെ പ്രോഗ്രാമിന്റെ വീഡിയോസ് വിശാലായിട്ട് എനിക്ക് സെൻഡ് ചെയ്തു. നന്നായിരുന്നു. താങ്ക്സ് മീരെ. എന്റെ ലൈഫിലെ വലിയൊരു അവസരമായിരുന്നു ഇത്. ഇനിയും ഇതിലും വലിയ അവസരങ്ങൾ വിദ്യക്ക് ലഭിക്കും. മോളുടെ ഒരേ ഒരാളുടെ തീരുമാനത്തിലാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തേ. പക്ഷെ അത് ഇത്രയും വലിയ കാര്യമാണെന്ന് ഞാനിപ്പോഴാ അറിഞ്ഞേ. ഈശ്വരൻ അനുഗ്രഹിച്ചവർക്കാണ് ഇത്തരം കഴിവുകൾ കിട്ടുന്നതെന്നാ പറയുന്നത്. വിദ്യ ഭാഗ്യവതിയാ. അക്കാര്യത്തില് മീരി ഒട്ടും മോശമൊന്നും അല്ലല്ലോ. മോള് പാടുന്ന കേട്ടാ ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെടും. അത്രയ്ക്കും ഭംഗിയായല്ലേ പാടുന്നത്. ആഹാ, മീര അത്രയ്ക്ക് നന്നായിട്ട് പാടുവോ? എന്നിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ. ഈ മുത്തശ്ശി വെറുതെ പറയുന്നതാ. വെറുതെ ഒന്നും അല്ല, സത്യ. ആണെന്നേ. അതെ, മീര ചെറുതായൊക്കെ പാടും. പക്ഷെ ഇവരീ പറയുന്ന പോലെ ഒന്നും അല്ല ആദർശേ. ഈ പറയുന്നത് കുശുമ്പ. ധന്യ ഈ ഭൂമിയില് ആരെ കുറിച്ച് നല്ലത് പറയത്തില്ല. പാവം അങ്ങനെ പറയാൻ അവർക്ക് അറിയത്തില്ല. അതാ സത്യം. പിന്നെ എനിക്കെന്തിനാ മീരയോട് കുശുമ്പ്? മീര എത്ര കാര്യമായിട്ടാ എന്നെ നോക്കിയത്. മീര നിന്നെ നന്നായിട്ട് നോക്കൂന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീയായിട്ട് അവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കൂന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതെ, മനോജ് ചേട്ടൻ ഇവരോട് നേരിട്ട് തന്നെ ചോദിക്കുക. അപ്പൊ അറിയാലോ. അമ്മായി എന്ത് കുഴപ്പമുണ്ടാക്കാൻ അമ്മാവാ? എല്ലാവരോടും വലിയ കാര്യമായിരുന്നു. ഓഹോ, അതെ, ഇവരവിടെ ഉണ്ടായിരുന്നത് അമ്മയ്ക്കും സുഭദ്രാന്റിക്കും വലിയ സന്തോഷമായിരുന്നു. കേട്ടല്ലോ മനോജ് ചേട്ടാ. വിവാഹം കഴിച്ച് വിട്ടത് മുതല് മീരമോളുടെ കൂടെ വന്ന് കുറച്ചു ദിവസം നിൽക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതേതായാലും നടന്നല്ലോ. മുത്തശ്ശിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കുകയും ചെയ്യാം. ഞങ്ങൾ ഉറപ്പായി ഇനിയും വരും. കുറച്ചു ദിവസം നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സമാധാനത്തോടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ധന്യയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഓർത്ത് ടെൻഷനായേനെ. മുത്തശ്ശി അമ്മായിയും ഒരു ആവശ്യം വരുമ്പോ നോക്കുക എന്നത് എന്റെ കടമയല്ലേ? അതെ, എന്ത് ആവശ്യം വന്നാലും പരസ്പരം സഹായിക്കേണ്ടവർ തന്നെയല്ലേ നമ്മള്. എന്നും എല്ലാവരും തമ്മിൽ ഈ സ്നേഹം നിലനിൽക്കണം. അതാണ് എന്റെ പ്രാർത്ഥന. അതുണ്ടാവും. എങ്കിൽ നമുക്ക് ഇറങ്ങാം മീരെ. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ മുത്തശ്ശി. പോയിട്ട് വാ മക്കളെ. നിങ്ങളെ ഞങ്ങൾ ഇറങ്ങാം. ശരി എന്നാ. വിദ്യ. ശരി. വാ മോളെ. താൻ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തിരുന്നതാ. മുത്തശ്ശി വീട്ടിലുണ്ടായിരുന്നപ്പോ ഒരു സന്തോഷായിരുന്നു. ഇപ്പൊ തിരിച്ചുകൊണ്ട് വിട്ടിട്ട് വരുമ്പോ ഒരു സങ്കടം. മുത്തശ്ശിയോട് കുറച്ചു ദിവസം കൂടി വീട്ടിൽ നിൽക്കാൻ എനിക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ. പക്ഷെ മുത്തശ്ശി അങ്ങനെയൊന്നും നിൽക്കില്ല. അതെന്താ? വിരുന്ന് വന്ന വീട്ടില് അധികം നാള് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അതെന്തിനാ അങ്ങനെ വിരുന്ന് വന്ന വീടെന്നൊക്കെ കരുതുന്നത്? താനുണ്ടല്ലോ അവിടെ. തന്റെ വീട്ടില് മുത്തശ്ശിക്ക് താമസിക്കുന്നതിന് എന്താ? നമുക്ക് പറയുമ്പോ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ മുത്തശ്ശി അതൊന്നും കേൾക്കില്ല. ശരിയാ, പഴയ ആൾക്കാരല്ലേ, അവർക്ക് ഓരോ രീതികളൊക്കെ ഉണ്ടാവും. സുഭദ്രാന്റി അതുപോലൊക്കെ തന്നെ. മുത്തശ്ശി പോകുന്നത് സുഭദ്രാന്റിക്ക് വലിയ വിഷമായിട്ടുണ്ട്. ആന്റിക്ക് നല്ല കൂട്ടായിരുന്നു മുത്തശ്ശി. പിന്നെ അവർക്ക് സംസാരിക്കാനും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും ഒരവസരമായിരുന്നല്ലോ. ഒരേ മനസ്സുള്ള സുഹൃത്തുക്കളെ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഇതൊരു ചാൻസ് ആയിരുന്നല്ലോ. അതെ. ആദർശേട്ടാ, ദേ സൂരജ്. ആ, ആ മീര, നിങ്ങളിത് എവിടെ പോയതാ? ആ, മുത്തശ്ശി അമ്മയും തിരികെ കൊണ്ടാക്കാൻ പോയതാ. ആ, സൂരജ് എന്താ ഇവിടെ? ഞാൻ സൈറ്റിലേക്ക് പോവാ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന എങ്ങനെയാ? ചിലപ്പോൾ ബസ്സിന് വരും, അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ ലിഫ്റ്റ് അടിക്കും. സൂരജ് ബൈക്ക് കൊണ്ടുവന്നില്ലേ? സൂരജ് എല്ലാ വണ്ടി ഓടിക്കും. പക്ഷെ ബൈക്ക് വാങ്ങാനോ ഓടിക്കാനോ ഒന്നും ബീനാമ സമ്മതിക്കില്ല.
അതെന്താ? അച്ഛൻ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അതുകൊണ്ട് ഞാൻ ബൈക്ക് ഓടിക്കുന്നത് അമ്മയ്ക്ക് വലിയ പേടിയാ. ഞാനെന്നാലും കൂട്ടുകാരുടെ വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കും. സൈഡിലേക്ക് വാങ്ങിയൊരു ബുള്ളറ്റ് നമ്മുടെ ബി സൈഡിലെ ഫ്ലാറ്റിൻ്റെ ഷെഡിലുണ്ട്. പിന്നെ ഓഫീസിൽ നിന്ന് ഒരു കാറും സൈറ്റിലേക്ക് അയക്കാം. സൂരജ് ഇങ്ങനെ ബസ്സിൽ കയറിയും ലിഫ്റ്റ് അടിച്ചൊന്നും കഷ്ടപ്പെടണ്ട. ഇനി മുതൽ അത് ഉപയോഗിച്ചാൽ മതി. അതൊന്നും സാരമില്ല ആദർശേട്ടാ, എനിക്കിതൊക്കെ ശീലമാണ്. അത് പോരല്ലോ. ഇപ്പം സൂരജ് കമ്പനി സ്റ്റാഫല്ലേ. ദേവ ബിൽഡേഴ്സിൻ്റെ ഒരു സ്റ്റാഫിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് സൂരജ് യൂസ് ചെയ്യണം. ഒരു മടി അതിൽ വിചാരിക്കണ്ട. തിരക്കിനിടയിൽ ഞാനത് ശ്രദ്ധിക്കാൻ വിട്ടുപോയതുകൊണ്ടാ പ്രോപ്പർ വേയിൽ അതൊന്നും സൂരജിലേക്ക് എത്താതെ പോയത്. ഇന്ന് തന്നെ വണ്ടികൾ സൈറ്റിലെത്തും. പോരെ? ശരി, ആദർശേട്ടൻ പറയും പോലെ.